വി സുരേന്ദ്രൻപിള്ള മാധ്യമങ്ങളോട്. ഇടതുപക്ഷ മുന്നണി 3 സീറ്റേ തന്നുള്ളൂ. അതിൽ പ്രതിഷേധിച്ച് ഈ സീറ്റ് ഏറ്റെടുക്കണ്ട, നമുക്ക് പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് സബാഹ് പുൽപ്പറ്റ എന്ന് പറഞ്ഞ പാർട്ടി ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് ഉള്ളയാളാണ്. അദ്ദേഹം രാജിവെച്ചു. ഇന്നലെ രാജിക്കത്ത് കൊടുത്തു. ഈ ജില്ലയിലെ ഭൂരിപക്ഷം ആളുകളും രാജി സന്നദ്ധരാണ്, രാജിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സീറ്റ് വേണം എന്നുള്ള ഒരു കാര്യം വീണ്ടും ഉന്നയിച്ച് വീണ്ടും LDFുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അവസാനം നടന്ന ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടാകാതെ 3 സീറ്റ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ആ 3 സീറ്റിൽ മത്സരിക്കാതെ നമുക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി പൂർണ്ണമായിട്ട് അംഗീകരിക്കാതിരിക്കുകയും പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ നമ്മൾ അംഗീകരിച്ചു എന്നാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജില്ലയിൽ ഭൂരിഭാഗം ആളുകൾ തൽസ്ഥാനങ്ങൾ ഇപ്പോൾ ഏതെല്ലാം സ്ഥാനങ്ങൾ ഇരിക്കുന്നോ ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കാൻ തീരുമാനിച്ചു. കേൾക്കുന്നില്ല? ഇവിടെ ഇല്ല ഫോൺ. ഇതങ്ങോട്ട് വെച്ചാൽ മതി. ഇത് കോള് വരുന്നുണ്ട്. അതായിരിക്കും. യെസ്, ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തോടു കൂടി രാജിവെച്ചു. കാരണം ഇത് ഇന്നലെ വരെ ചെയ്യാന്ന് വെച്ചാൽ ഇത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിട്ട് ഇടതുപക്ഷ മുന്നണിയുമായിട്ട് ഒരിക്കൽ കൂടി ഒരു ചർച്ച നടത്തിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പിന്നീട് ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയിലാണ്, വൈകിട്ടാണ്, ഇന്നത്തെ പത്രത്തിലെല്ലാം ഉണ്ട്, നമ്മുടെ പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 3 സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല പാർട്ടി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇതോടെ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് രാവിലെ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം രാജിക്കത്ത് അദ്ദേഹത്തെ ഇമെയിൽ ചെയ്തു വിടുകയാണ്. അല്ല, അത് അഭ്യൂഹങ്ങളല്ല, എല്ലാ അഭ്യൂഹങ്ങളാണ്. മത്സരരംഗത്ത് ഇനി 23-ാം തീയതി വരെ ദിവസം ഉണ്ടല്ലോ. എപ്പോൾ വേണേലും നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. 23-ാം തീയതിക്കകത്ത് നോമിനേഷൻ കൊടുത്താൽ മതിയല്ലോ. അതിപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു 100% ഷുവർട്ടി പറയാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഭാവി പരിപാടികൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. തിരുവനന്തപുരം സെൻട്രൽ പോലെ തന്നെ ഈ ജില്ലയിൽ 14 സീറ്റുണ്ടല്ലോ, ബാക്കി 13 സീറ്റുമുണ്ട്. അപ്പം തിരുവനന്തപുരം സെൻട്രൽ ഞാൻ മുന്നേ മത്സരിച്ച ഒരു മണ്ഡലം, ഞാൻ MLA ആയിട്ട് മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്ന ഒരു മണ്ഡലം. ആ ഒരു മണ്ഡലത്തോട് നമുക്ക് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത്രയും എന്ന് പറയുന്നില്ല. പാർട്ടി മൊത്തത്തിൽ അതിന്റെ പിടിപ്പുകൾ, ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. പാർട്ടി മൊത്തത്തിൽ അക്കാര്യത്തിൽ സീറ്റ് മുന്നണി നേതൃത്വവുമായി ചർച്ച ചെയ്ത് കൂടുതൽ സീറ്റ് നേടിയെടുക്കാൻ കഴിയാത്തത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള പിടിപ്പുകേട്. അല്ല, അങ്ങനെ സമീപിക്കാൻ ഞാൻ ഇതുവരെ വേറൊരു പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നല്ലോ. ഞാനൊരു പാർട്ടിയുടെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് വേറെ ആര് സമീപിച്ചാലും അതിനൊരു പ്രസക്തി ഇല്ല. അല്ല, ഞാൻ ഇതുവരെ ഒരു പാർട്ടി ഭാരവാഹിയായിരുന്നല്ലോ. ഞാൻ RJDയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു.
ഇപ്പോഴാണ് റിസൈൻ ചെയ്തത്. രാവിലെയാണ് ഇമെയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സമയം വരെ ഞാനൊരു പാർട്ടിയുടെ ഭാരവാഹിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ അങ്ങനെ സമീപിക്കാൻ പറ്റത്തില്ല. അല്ല, അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ഒരു ആലോചന വന്നിട്ടില്ല. ഇനിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുക. കാരണം ഇതുവരെ ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് എൻ്റെ പാർട്ടി അനുവദിക്കണമായിരുന്നു. പക്ഷെ ഇനി എൻ്റെ പാർട്ടി എനിക്ക് അനുവാദം വേണ്ട. കാരണം എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെച്ചു. തിരുവനന്തപുരം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 കൊല്ലം MLA ആയിട്ടും മന്ത്രിയായിട്ടും വരുന്നു. എനിക്ക് വളരെയേറെ വ്യക്തിബന്ധവും അല്ലാതുള്ള ഒരുപാട് ബന്ധങ്ങളുമുള്ള ഒരു മണ്ഡലമാണത്. എനിക്ക് എത്രയോ കാലത്തെ രാഷ്ട്രീയ അനുഭവമുണ്ട്. ഞാൻ പഞ്ചായത്ത് മെമ്പർ മുതൽ തുടങ്ങിയതാണ്. ഇത്രയും കാലം പൊതുരംഗത്ത് നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ MLAയും മന്ത്രിയും അല്ലാതിരുന്ന കാലഘട്ടത്തിലും ആ മണ്ഡലമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അല്ല, അത് അവരുടെ കാര്യം. ഞാനിപ്പോൾ RJDയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇടതു മുന്നണിയുടെ ബന്ധവും ഞാൻ വിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അവരുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരഭിപ്രായം പറയേണ്ട ഒരാവശ്യം എനിക്കില്ല. അത് അവരുടെ ഒരു കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ഇല്ല, അതെല്ലാം അഭ്യൂഹങ്ങളാണ്. ഞാൻ പറഞ്ഞ ഏത് സാധ്യതയും ഇനി എൻ്റെ മുന്നിൽ വരണമെങ്കിൽ ഇനിയാണ് വരേണ്ടത്. ഏത് സാധ്യതയും LDF സ്വതന്ത്രനാണ് എന്നുള്ളൊരു സാധ്യതയോ BJP സ്വതന്ത്രനോ BJPയിൽ ചേരുന്നോ ഇതെല്ലാം ഇനിയാണ് ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.